കേരളം പ്രളയക്കെടുതിയെ നേരിടുമ്പോൾ ഏകോപന ചുമതലയുള്ള റവന്യൂ വകുപ്പ് സെക്രട്ടറി ഇല്ല. ദുരന്ത നിവാരണ അതോറിറ്റി സ്പെഷ്യൽ സെക്രട്ടറി പദവിയിലും ഏതാനും ദിവസങ്ങളായി ചുമതലക്കാരില്ല. ഇരു പദവികളും വഹിച്ച ജീവൻ ബാബുവിന് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയതാണ് ഒഴിവുവരാൻ കാരണം. ടൂറിസം ഡയറക്ടർ എം അഞ്ജനയ്ക്ക് ദുരന്ത നിവാരണ അതോറിറ്റി സ്പെഷ്യൽ സെക്രട്ടറിയുടെ അധിക ചുമതല നൽകി ഇന്ന് ഉത്തരവിറങ്ങി. റവന്യൂ സെക്രട്ടറിയെ നാളെ നിയമിച്ചേക്കും. വിശദാംശങ്ങളുമായി സനിസ ചേരുന്നു. സനിസ, വളരെ ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ്. കാരണം സമാനതകളില്ലാത്ത ദുരന്തം കേരളം നേരിടുമ്പോൾ അവിടെ ഇത്തരം ചുമതലകൾ ഏകോപിപ്പിക്കാൻ റവന്യൂ സെക്രട്ടറി ഇല്ല എന്നുള്ളത് വളരെ ആശങ്കയുണ്ടാക്കുന്നു. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? ഇന്നലെ നമ്മൾ തന്നെ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. റവന്യൂ വകുപ്പിലെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പുറത്തുവിട്ട ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട കണക്കുകളിലെ വൈരുദ്ധ്യം, ആ വീഴ്ച എവിടെ ഉണ്ടായി എന്നതിലേക്കാണ് ഈ വാർത്ത ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നിലവിൽ റവന്യൂ സെക്രട്ടറി ഇല്ല. റവന്യൂ സെക്രട്ടറി ആയിട്ടുള്ള ജീവൻ ബാബു IAS-ന് സെൻട്രൽ ഡെപ്യൂട്ടേഷൻ ലഭിച്ചതോടെ അദ്ദേഹം ആ ഡെപ്യൂട്ടേഷന് വേണ്ടി പോയിരിക്കുകയാണ്. 2-3 ദിവസമായിരിക്കും ഈ ഒരു ഒഴിവ് ഉണ്ടായത് എന്ന്, ഏതാനും ദിവസങ്ങളായിരിക്കും ഈ ഒരു ഒഴിവ് ഉണ്ടായത് എന്ന് പറയാം. പക്ഷെ നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ 2-3 ദിവസങ്ങൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യമാണ് കേരളത്തിൽ മഴക്കെടുതിയും ദുരന്തവും പെയ്തൊഴിയുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ദുരന്ത നിവാരണത്തിന്റെ ചുമതലയുള്ള, അതിന്റെ ഏകോപനത്തിന്റെ ചുമതലയുള്ള, അതിന്റെ ഫണ്ടുകൾ വിനിയോഗിക്കേണ്ട ചുമതലയുള്ള റവന്യൂ സെക്രട്ടറിയും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സ്പെഷ്യൽ സെക്രട്ടറിയും അത് ഒരേ ആള് തന്നെയാണ്. ജീവൻ ബാബു IAS ആണ്. അദ്ദേഹം സെൻട്രൽ ഡെപ്യൂട്ടേഷന് വേണ്ടി അദ്ദേഹത്തിന് പോവേണ്ട സാഹചര്യമാണ്. ഈ ഇത്തരത്തിൽ സെൻട്രൽ ഡെപ്യൂട്ടേഷന് പോവേണ്ട സാഹചര്യം വരുമ്പോൾ മുമ്പേ തന്നെ അത് സർക്കാരിനെ അറിയിച്ച് അത് സമ്മതപ്രകാരമാണ് പോവുക. പെർമിഷൻ വാങ്ങേണ്ട പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ സംസ്ഥാനം ഇത്തരം ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് പെട്ടെന്നൊരു നിയമനം ഉണ്ടായില്ല, അല്ലെങ്കിൽ വകുപ്പിൽ ഒരു വീഴ്ച വരുന്ന രീതിയിൽ എങ്ങനെ അത് എത്തി എന്നതിലൊക്കെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ എന്തായാലും ഒരു റവന്യൂ സെക്രട്ടറിയും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സ്പെഷ്യൽ സെക്രട്ടറിയും ഇല്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അധിക ചുമതല ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ, അസിസ്റ്റന്റ് ഉദ്യോഗസ്ഥന് നൽകേണ്ടതാണ്. പക്ഷേ അപ്പോഴും അവിടെ ഒരു വീഴ്ച ഉണ്ടായി എന്നതാണ് എടുത്തു പറയേണ്ടത്. കണക്കുകളിൽ വീഴ്ചയുണ്ടായി. ഈ കണക്ക് ആണ് ഈ ഭാവി ദുരന്ത ബാധിതരുടെ ഭാവിയെ തീരുമാനിക്കുക. എത്ര പേർ മരണപ്പെട്ടു, എത്ര വീടുകൾ തകർന്നു, എത്ര വീടുകൾ ഭാഗികമായി തകർന്നു, ഇത് അനുസരിച്ചാണ്, ഈ കണക്കുകൾ അനുസരിച്ചാണ് ഈ വില്ലേജ് ഓഫീസർ അടക്കം റിപ്പോർട്ട് നൽകുക. അതനുസരിച്ചാണ് ഫണ്ട് വിനിയോഗം നടക്കുക. അത്തരത്തിലൊരു വീഴ്ചയുണ്ടായി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പെട്ടെന്നുണ്ടായ ഒരു ഡെപ്യൂട്ടേഷൻ സംഭവത്തെ വകുപ്പിന് വീഴ്ചയില്ലാതെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ വേണം കാണാൻ. അഖില, എന്തായാലും നാളെ തന്നെ റവന്യൂ സെക്രട്ടറിയുടെ നിയമന ഓർഡർ വരുമെന്നുള്ള ഒരു വിവരമാണ്, സൂചനയാണ് നമുക്ക് വകുപ്പിൽ നിന്നും ലഭിച്ചത്. അത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഒരു നടപടി എടുക്കാൻ റവന്യൂ വകുപ്പിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അഖില, ശരി, സനിസിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.